ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിലൂടെയും നമ്മൾ പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എന്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇതിനെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ ഓരോ ക്ലാസ്സുകളും ചാപ്റ്റർ ബേസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്റെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ടു അൺബയാസ്ഡ് ഡൈസ് ആർ ത്രോൺ. ഡൈസ്, ഡൈ, ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഡൈസ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ വരുന്ന സമയത്താണ് നമ്മൾ ഡൈസ് എന്ന് ഉപയോഗിക്കുന്നത്. ഡൈ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് ആകുന്ന സമയത്താണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഡൈസ് എന്നും ഡൈ എന്നും കാണാം, അതുകൊണ്ടാണ് പറയുന്നത്. ടു അൺബയാസ്ഡ് ഡൈസ് ആർ ത്രോൺ, ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ദി ഡൈസ് ഷോ ദി സെയിം നമ്പർ. രണ്ട് ഡൈയും ഒരേ നമ്പർ കാണിക്കുന്നത് കണ്ടെത്താനാണ് പറയുന്നത്. ഇനി വൺ ഡൈ ഷോസ് 5, ഒരു ഡൈ 5 കാണിക്കുന്നത്. ഫസ്റ്റ് ഡൈ ഷോസ് 5, ആദ്യത്തെ ഡൈ 5 വരുന്നത്. ഇനി ടോട്ടൽ ഓഫ് ദി നമ്പേഴ്സ്, രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 8 വരുന്നത്. ഇനി ടോട്ടൽ ഓഫ് ദി നമ്പേഴ്സ് ഓൺ ദി ഡൈസ് ഇസ് ഗ്രേറ്റർ ദൻ 8, രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 8നേക്കാൾ മുകളിൽ വരുന്നത്. ഇനി എ സം ഓഫ് 10. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, രണ്ട് ഡൈസ് ത്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് വരുന്നത് എത്രയായിരിക്കും? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 36 ആണ്. എങ്ങനെയാണ് 36 വരുന്നത് നമുക്ക് നോക്കാം. സാമ്പിൾ സ്പേസ് ജസ്റ്റ് നമുക്ക് നോട്ട് ചെയ്യാം. സാമ്പിൾ സ്പേസ് എങ്ങനെ വരും? സാമ്പിൾ സ്പേസ് അതായത് ഒന്നാമത്തത് 1 വരുന്നു, രണ്ടാമത്തതും 1 വരുന്നു. ഇനി മറ്റൊന്ന് വരുന്നത് എന്തായിരിക്കും? ഒന്നാമത്തത് 1 വരുന്നു, രണ്ടാമത്തത് 2 വരുന്നു. സാധാരണ നമ്മൾ ലുഡോയ്ക്ക് കളിക്കുന്ന ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, 2 പ്രാവശ്യം ത്രോ ചെയ്യുന്നു. ഒരു പ്രാവശ്യം ത്രോ ചെയ്ത് 1 വീണു, രണ്ടാമത്തെ പ്രാവശ്യവും 1 വീണു. ഇനി അടുത്ത എങ്ങനെയാണ്? ഒന്നാമത്തെ പ്രാവശ്യം 1 വീണു, രണ്ടാമത്തെ പ്രാവശ്യം 2 വീണു. ഇനി ഒന്നാമത്തെ പ്രാവശ്യം 1, രണ്ടാമത്തെ പ്രാവശ്യം 3 വീണു. ഒന്നാമത്തെ പ്രാവശ്യം 1 വീണു, രണ്ടാമത്തെ പ്രാവശ്യം 4 വീണു. ഇനി ഒന്നാമത്തെ പ്രാവശ്യം 1 വീണു, രണ്ടാമത്തെ പ്രാവശ്യം 5 വീണു. ഒന്നാമത്തെ പ്രാവശ്യം 1 വീണു, രണ്ടാമത്തെ പ്രാവശ്യം 6 വീണു. ഓക്കെ, ഇതേ രീതിയിൽ വരും. ഇനി നെക്സ്റ്റ് എങ്ങനെയാണ്? ഇതെല്ലാം ഒന്നാമത്തെ നമ്മൾ ഒന്നാണ് കാണിച്ചത്. അടുത്തൊരു പോസിബിൾ ഇവന്റ് നോക്കാം. ഒന്നാമത്തത് 2 വരുന്നു, രണ്ടാമത്തത് 1 വരുന്നു. ഒന്നാമത്തത് 2 വരുന്നു, രണ്ടാമത്തത് 2 വരുന്നു. ഇനി ഒന്നാമത്തത് 2 വരുന്നു, രണ്ടാമത്തത് 3 വരുന്നു. ഒന്നാമത്തെ 2 വരുന്നു, രണ്ടാമത്തത് 4 വരുന്നു. ഓക്കെ, ഒന്നാമത്തെ 2 വരുന്നു, രണ്ടാമത്തത് 5 വരുന്നു. ഒന്നാമത്തെ 2 വരുന്നു, രണ്ടാമത്തത് 6 വരുന്നു. ഓക്കെ, ഇതേ രീതിയിൽ നമ്മൾ കൊടുക്കുന്നു. ഇനി അടുത്തത് 3 1 3 2 3 3. അപ്പോൾ ഇതിന്റെ പോസിബിൾ ഔട്ട്കംസുകൾ ബാക്കി നെക്സ്റ്റ് ഞാൻ ഒന്ന് സ്പീഡിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു എങ്ങനെയാണ് വന്നത് എന്നുള്ളത്. അതായത് ഒന്നാമത്തതിൽ നമ്മൾ എല്ലാം ആദ്യത്തെ 1 കാണിച്ചു, രണ്ടാമത്തെ എല്ലാം ആദ്യത്തെ 2, പിന്നത്തെ 3 4 ഇങ്ങനെ വന്നു. 1 2 3 4 ഈ രീതിയിലാണ് കൊടുത്തത്. കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് ചെയ്തു. അതായത് നമ്മൾ 2 പ്രാവശ്യം ഡൈ ത്രോ ചെയ്യുന്നു. അപ്പൊ അത് അങ്ങനെ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ 36 വരും. നിങ്ങൾ നോക്കുക, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36. ടോട്ടൽ എത്രയാണ്? പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 36 ആണ്. അപ്പൊ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ആൻസറിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബോത്ത് ദി ഡൈസ് ഷോസ് ദി സെയിം നമ്പർ. രണ്ടും സെയിം നമ്പർ കാണിക്കുന്നത് എത്രയാണ്? അതിന്റെ പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടും സെയിം നമ്പർ. ഒന്നിവിടെ വരുന്നുണ്ട്, 1 1, ഒന്നിവിടെ വരുന്നുണ്ട്, 2 2. ഇനി 3 3, 4 4, 5 5, 6 6. അപ്പോ 1 2 3 4 5 6. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ആൻസർ എങ്ങനെയാണ്? ഫസ്റ്റിന്റെ ആൻസർ ജസ്റ്റ് നിങ്ങൾ അടിയിൽ തന്നെ കൊടുക്കുക. ഞാൻ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. ബോത്ത് ദി ഡൈസ് ഷോസ് ദി സെയിം നമ്പർ എന്നുള്ളത്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സെയിം നമ്പർ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സെയിം നമ്പർ. ആൻസർ എങ്ങനെ വരും? ഇവിടെ 6/36 വരും. ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? 36 ആണ്. ഓക്കെ, ഇവിടെ വരുന്നത് എന്താണ്? 6 ആണ് നമ്പർ വരുന്നത്. ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, ഞാൻ ഈ ക്ലാസ് പറയുന്ന സമയത്ത് മനസ്സിലാവാത്തവരുണ്ടാകും. മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ഞാൻ ഇതിന്റെ തൊട്ടു മുമ്പ് അപ്ലോഡ് ചെയ്ത ക്ലാസ് കണ്ടിട്ടുണ്ടാകില്ല. അത് കണ്ടവർക്ക് മാത്രമേ ഇത് വർക്കൗട്ട് ആവും. ഓക്കെ, മനസ്സിലാകണമെങ്കിൽ ഞാൻ തൊട്ടു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതായത് പാർട്ട് 2 ആണ്. പ്രോബബിലിറ്റിയുടെ പാർട്ട് 2 കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സെയിം നമ്പർ എന്താണ്? 6/36 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1 ഡൈ ഷോസ് 5. ഒരു ഡൈ എന്ത് ചെയ്യണം? 5 കാണിക്കണം. 2 കാണിച്ചാൽ പറ്റൂല, ഏതെങ്കിലും ഒരു ഡൈ 5 കാണിക്കണം. അപ്പൊ രണ്ടാമത്തെ ആൻസർ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ജസ്റ്റ് നിങ്ങൾ ബ്രാക്കറ്റിൽ കൊടുക്കുക. 1 ഡൈ ഷോസ് 5 ഗെറ്റിംഗ് 1 ഡൈ ഷോസ് 5. ഇവിടെ ഒരു ഡൈ 5 കാണിക്കണം. 1, 2, അതായത് ഇതിൽ ഒരു ഡൈ മാത്രമേ ഉള്ളൂ. 3. ഓക്കെ, നെക്സ്റ്റ് 4, 5, 6, 7, 8. ഇത് വരില്ല, കാരണം ഇത് രണ്ടും 5 ആണ്. ഒരു ഡൈ മാത്രമാണ് 5 വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എന്ത് വന്നു? 1 വന്നു, ഇവിടെയും 5 വന്നു. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആൻസർ എന്ത് വരും? 10/36 എന്ന് വരും. 10/36. ഓക്കെ, ഏതെങ്കിലും ഒരു ഡൈ 5 ആണ്. രണ്ടും ഡൈ അല്ല പറയുന്നത്, അവിടെ ഏതെങ്കിലും ഒരു ഡൈ 5 ആയിരിക്കണം. ഇനി അടുത്ത വരുന്ന എന്താണ്? ഫസ്റ്റ് ഡൈ ഷോസ് 5 ആണ്. ഇതിൽ പറയുന്നത് എന്താണ്? മൂന്നാമത്തിൽ പറയുന്നത് ഒരു ഡൈ മാത്രം 5 കാണിക്കണം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫസ്റ്റ് ഡൈ ഷോസ് 5 എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുക. ഒരു ഡൈ ഫസ്റ്റ് ഡൈ 5 കാണിക്കുന്നത്. ഫസ്റ്റ് ഡൈ 5 കാണിക്കുന്നത് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6. 6 വരുന്നുണ്ട് ഫസ്റ്റ് ഡൈ വരുന്നത്. അപ്പൊ 6/36 എന്ന് ആൻസർ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദിക്കുന്നത് എന്താണ്? ദി ടോട്ടൽ ഓഫ് ദി നമ്പേഴ്സ് ഓൺ ദി ഡൈസ് ഈസ് 8. ഓക്കെ, ഈ ടോട്ടലിനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എത്രയാണ്? 8 ആണ്. ഇപ്പൊ രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടുന്നത് ഏതൊക്കെയാണ്? അപ്പൊ നാലാമത്തേല് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടുന്നത് ഇവിടെ നോക്കുക. ഇവിടെ 6, 2 കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടും. ഓക്കെ, അപ്പൊ 1 ഇത് വന്നു. ഇനി അടുത്തത് 5, 3 കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടും. ഇനി ഈ 4ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടും. ഇനി ഇവിടെ 3ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടും. ഇനി ഇവിടെ 2, 6 കൂട്ടിക്കഴിഞ്ഞാൽ 8. അപ്പൊ 1, 2, 3, 4, 5. അപ്പൊ ആൻസർ എത്ര വരും? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്താണ്? ടോട്ടൽ ഓഫ് നമ്പേഴ്സ് ഓൺ ദി ഡൈസ് ഈസ് 8 ഈസ് ഈക്വൽ ടു 5/36 എന്ന് കിട്ടും. ഓക്കെ, 5 എണ്ണമാണ്. രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 8 കിട്ടുന്നത്. 6 + 2 8, 5 + 3. ഇതേപോലെ രണ്ടും കൂട്ടിയാൽ 8 കിട്ടുന്നത് എത്രയാണ്? 5 എണ്ണമാണുള്ളത്. ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? ടോട്ടൽ ഓഫ് ദി നമ്പേഴ്സ് ഓൺ ദി ഡൈസ് ഈസ് ഗ്രേറ്റർ ദാൻ 8 ആണ്. 8നേക്കാളും മുകളിൽ വരുന്നത് ആണ് ചോദിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടോട്ടൽ ഓഫ് ദി നമ്പേഴ്സ് ഓൺ ദി ഡൈസ് ഈസ് ഗ്രേറ്റർ ദാൻ 8. ഓക്കെ, അതേതൊക്കെയാണ്? ഇവിടെ 6ഉം 3ഉം 9 വരുന്നു. അപ്പൊ 1 ഇത് വരും. ഓക്കെ, 1 ഇത് വരുന്നു. നെക്സ്റ്റ് 5ഉം 4ഉം 9 വരുന്നു. ഇനി അതേപോലെ 6ഉം 4ഉം 10 വരുന്നു. അപ്പൊ ഇവിടെ 3 എണ്ണായി. ഇനി ഇവിടെ 4ഉം 5ഉം 9 ആണ്. അപ്പൊ 4, 5, 6. നെക്സ്റ്റ് ഇവിടെ വരുന്നു 7, ഇവിടെ വരുന്നുണ്ട് 8, 9, 10. അപ്പൊ ആൻസർ എന്ത് വരും? 10/36 എന്ന് വരും. ഓക്കെ, അതായത് 8ന് മുകളിലേക്ക് വരുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ 8ന് മുകളിലേക്ക് വരുന്നത് 10/36 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ സം ഓഫ് 10 ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഓഫ് 10 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം? 10 കിട്ടണം. 6ഉം 4ഉം 10. ഇവിടെ 1 വരുന്നുണ്ട്. 5ഉം 5ഉം 10, 2, 4ഉം 6ഉം 10. അപ്പൊ എത്ര വരും? മൊത്തം 3/36 എന്ന് വരും. ഓക്കെ അല്ലെ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. പക്ഷെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സാമ്പിൾ സ്പേസ് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതേപോലെ അതിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ മാറിപ്പോകരുത്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതേപോലെ ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. എന്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ മറന്നു പോകരുത്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.